കൊല്ലം മൈലക്കാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കളക്ടർ വിളിച്ച യോഗത്തിന് ദേശീയപാത അതോറിറ്റി അധികൃതർ എത്തിയില്ല. അപകടത്തിന് പിന്നാലെ കളക്ടർ വിളിച്ച അടിയന്തര യോഗമാണ് വൈകുന്നത്. നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് വിണ്ടുകീറുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. വലിയ ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല, എന്ത് വിശ്വസിച്ചാണ് ഈ റോഡുകളിലേക്ക് നമ്മൾ വണ്ടി ഓടിച്ചു പോവുക എന്ന പേടി ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ആ CCTV ദൃശ്യങ്ങൾ. വണ്ടികൾ പൊക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വലിയ ആഴത്തിലുള്ള വിണ്ടുകീറൽ റോഡിൽ സംഭവിക്കുകയായിരുന്നു. വണ്ടി ഒതുക്കിയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരുപാട് വണ്ടികൾ ആ സമയത്ത് ഉണ്ടാവാതിരുന്നതുകൊണ്ട് മാത്രം വലിയ ദുരന്തം ഒഴിവായി. അല്ലെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഭിത്തിയൊക്കെ ഏതെങ്കിലും വണ്ടിക്ക് മുകളിലൊക്കെ വീണാൽ ഉണ്ടാകുന്ന ദുരന്തം അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയൊന്നും ഉണ്ടായില്ല, ഭാഗ്യം. മാത്രമല്ല, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന സ്കൂൾ ബസ്സൊക്കെ അതിലുണ്ടായിരുന്നു. അപകടസ്ഥലം മന്ത്രി KN ബാലഗോപാൽ സന്ദർശിക്കുമെന്നും കേൾക്കുന്നുണ്ട്. അരുൺ ചേരുന്നു. അരുൺ, ഇതിൽ ആദ്യ ആൻസറബിൾ സത്യം പറഞ്ഞാൽ കരാർ കമ്പനി അല്ല, ശിവാലയ അല്ല, അത് ദേശീയപാത അതോറിറ്റി തന്നെയാണ്. ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ എന്തുകൊണ്ടാണ് അവരുടെ പ്രതിനിധികൾ വരാതിരിക്കുന്നത്? അരുൺ, ഹാഷ്മി, അല്പസമയം മുമ്പ് ഇപ്പോൾ യോഗം ആരംഭിച്ചിട്ടുണ്ട്. 10:30 നിശ്ചയിച്ച യോഗം 1 മണിക്കൂറോളം വൈകിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് എത്തുന്നതിന്, കളക്ടറുടെ ചേംബറിലേക്ക് എത്തുന്നതിന് വലിയ താമസമുണ്ടായി. 1 മണിക്കൂറിലധികം ഈ കളക്ടറടക്കം കാത്തു നിൽക്കേണ്ട അവസ്ഥ വന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ യോഗം ആരംഭിച്ചിട്ടുള്ളത്. തുടക്കം മുതൽ തന്നെ ഇക്കാര്യത്തിൽ കളക്ടർ എടുത്തിരിക്കുന്ന നിലപാട് ദേശീയപാത അതോറിറ്റിയാണ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം നൽകേണ്ടതെന്നാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു വിശദീകരണം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും പങ്കെടുക്കുന്നത് പ്രൊജക്ട് ഡയറക്ടർ മാത്രമാണ്. റീജിയണൽ ഓഫീസർ അടക്കം ഈ സ്ഥലത്ത് ഉണ്ടായിട്ട് പോലും പ്രൊജക്ട് ഡയറക്ടറെ മാത്രം ഈ സ്ഥലത്തേക്ക് വിട്ടതിൽ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം, എന്തുകൊണ്ടാണ് അത്തരം കാര്യം ഉണ്ടായത് എന്ന കാര്യം ഇപ്പോൾ യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ കോൺഫറൻസിലടക്കം കളക്ടർ വിളിച്ചു ചേർക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ ഉദ്യോഗസ്ഥരടക്കമാണ് യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് മാനദണ്ഡം നിലനിൽക്കുന്നതിനാൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുപ്പിക്കുന്നില്ല. നേരത്തെ സ്ഥല MPയും MLAയും അടക്കമുള്ളവർ യോഗത്തിലെത്തിയെങ്കിലും അവരോട് ഈ യോഗത്തിൽ തുടരാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നിർദ്ദേശമുണ്ട് എന്ന് കളക്ടർ വ്യക്തമാക്കുകയായിരുന്നു. രാവിലെ മുതൽ ഇന്ന് നമ്മൾ ആ സ്ഥലത്ത് രാവിലെ എത്തുന്ന ഘട്ടത്തിലെല്ലാം തന്നെ വലിയ വേഗത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾ യോഗം തുടങ്ങിയിട്ടുണ്ട്. 1 മണിക്കൂറോളം കളക്ടറെ കാത്തു നിർത്തിയതിനു ശേഷമാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ അങ്ങോട്ടേക്ക് എത്തിയത്. നടക്കുന്ന CCTV ദൃശ്യങ്ങൾ പ്രേക്ഷകരിൽ കൂടി കാണുകയാണ്. അത് എവിടെയും സംഭവിച്ചുകൂടാത്ത ദൃശ്യങ്ങളാണ്. ഈ കോൺട്രാക്ട് കമ്പനിയും ദേശീയപാത അതോറിറ്റിയൊക്കെ മറുപടിയും പറയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.